ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഫെബ്രുവരി 11 തീയതിയാണ്. ഈ ദിനത്തിൻ്റെ ശുഭദിനാശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലും ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിലെ വലിയ ഒരു ക്യാരക്ടറാണ്. ദൈവം അവനെ ഏറ്റവും ഉപയോഗിച്ച ഒരു മനുഷ്യനാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പല അധ്യായങ്ങളിൽ ജോസഫിൻ്റെ ചരിത്രം ഇങ്ങനെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 40-ാം അധ്യായത്തിൽ എന്താണ് വിഷയമെന്ന് പറയുന്നത്? നന്ദികേടിൻ്റെ ഓർമ്മകേട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നന്ദികെട്ടവൻ്റെ ഓർമ്മകേട്. ജോസഫ് കാരാഗൃഹത്തിലെ വർഷങ്ങൾ കഴിഞ്ഞു. തന്നെ ജയിലിലിട്ടതിൻ്റെ കാരണം ഒരുപക്ഷെ സഹതടവുകാരിൽ പലരും അറിഞ്ഞിരിക്കുകയില്ല. അറിഞ്ഞവർ പലരും ജോസഫിനെ ഓർത്തിരിക്കുകയുമില്ല. തടവുകാർക്കിടയിൽ മാന്യനായി ജോസഫ് ജീവിച്ചു. അക്കാലങ്ങളിൽ 2 VIP തടവുകാരെ അവിടെ കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞതുപോലെ അപ്പക്കാരനും പാനപാത്രവാഹകനും. അവർ രണ്ടുപേരും ഗൗരവമായ തെറ്റ് ആരോപിക്കപ്പെട്ടവരായിട്ടാണ് അവിടെ വന്നത്. ഫറവോൻ്റെ മേൽ എന്തോ വലിയ തെറ്റാണ് അവർ ചെയ്തത്. എന്നാൽ അന്വേഷണം നടത്തി ഞാൻ വിചാരിക്കുന്നു ഒരാൾ തെറ്റുകാരനും ഒരാളെ അല്ലാത്തവനുമായിട്ട് കണ്ടു. അപ്പക്കാരനെ തൂക്കിക്കൊല്ലുകയും പാനപാത്രവാഹകനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ജോലിയിലേക്ക് തിരികെ കൊണ്ടുപോയി. എന്നാൽ അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജോസഫ് അവർ കണ്ടതായിരിക്കുന്ന സ്വപ്നം വ്യാഖ്യാനിച്ചു. അവർ രണ്ടുപേരും ഒരു രാത്രി സ്വപ്നം കണ്ടു. ജോസഫ് അത് വ്യാഖ്യാനിച്ചു. തൻ്റെ വ്യാഖ്യാനം ശരിയായി. അതും പ്രകാരം പാനപാത്രവാഹകനെ ഫറവോൻ തൻ്റെ ജോലിക്കാക്കി. അങ്ങനെ ജോലിക്ക് ആക്കുന്നതിന് മുമ്പ് സ്വപ്നം വ്യാഖ്യാനിച്ച് കഴിഞ്ഞ് ജോസഫ് അവനോട് ഒരു അപേക്ഷ കഴിച്ചിരുന്നു. പറഞ്ഞത്, നീ വീണ്ടും രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് തീരുമ്പോൾ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനിവിടെ ഒരു തെറ്റ് ചെയ്തിട്ട് വന്നവനല്ല. എൻ്റെ സഹോദരന്മാരെന്നെ വിറ്റാണ് ഞാനിവിടെ വന്നത്. പൊത്തിഫറിൻ്റെ വീട്ടിലും ഞാനൊരു തെറ്റ് ചെയ്തില്ല. ഞാൻ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് പൊത്തിഫർ എന്നെ ഈ കാരാഗൃഹത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ നീതി അറിയാവുന്ന നിങ്ങൾ ദയവായിട്ട് ഫറവോനോട് എനിക്ക് വേണ്ടി ഒരു ശുപാർശ പറയണം എന്ന് ജോസഫ് അവരോട് പറഞ്ഞു. പാനപാത്രൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് അവിടുന്ന് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫറവോനോട് പറയാം, വളരെ വേഗം തന്നെ നിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തും. കാരണം പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. രാജാക്കന്മാർ അക്കാലത്തിൽ കുടിക്കുന്നതായിരിക്കുന്ന വീഞ്ഞ് എടുത്തു കൊടുക്കുന്നതായിരിക്കുന്ന ആളാണ് പാനപാത്രവാഹകൻ. അക്കാലങ്ങളിൽ രാജാക്കന്മാരെ കൊല്ലുന്നത് ഫുഡ് പോയ്സൺ കൊണ്ടാണ്. അവരുടെ വീഞ്ഞിൽ വിഷം കലർത്തിയാണ്. അപ്പോൾ രാജാവ് കുടിക്കുന്നതായിരിക്കുന്ന വീഞ്ഞ് ആദ്യം ഈ പാനപാത്രവാഹകൻ കുടിച്ച് കാണിക്കണം. അതിനുശേഷമാണ് രാജാവിന് തൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ മാത്രമേ ഈ ജോലികൾക്കാക്കൂ. വളരെ സ്വാധീനമുള്ള ഒരാളാണ്. എപ്പോഴും രാജാവിൻ്റെ സന്നിധി നിൽക്കുകയും രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ഫറവോൻ തീർച്ചയായിട്ടും കേൾക്കുമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? പാനപാത്രവാഹകൻ ജോസഫിനെ സൗകര്യാർത്ഥം മറന്നു. ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഞാനിപ്പോൾ ഫറവോനോട് പറയാൻ പോവുക. അങ്ങനെ ഓരോരുത്തരൊക്കെ ജയിലിൽ കിടക്കും. ഇത് പ്രായത്തിൻ്റെ മറവി കൊണ്ടുണ്ടായ മറവിയല്ല പാനപാത്രവാഹകന്, പിന്നെയോ നന്ദികേടിൻ്റെ മറവിയാണ്. അങ്ങനെയുള്ള ആളുകൾ ലോകത്ത് എന്നുമുണ്ട്. നന്ദികേടിൻ്റെ മറവിയുള്ളതായിരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അവർ സൗകര്യാർത്ഥം അതങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഓർക്കേണ്ടത് മനഃപൂർവ്വം മറക്കും. മനുഷ്യൻ നന്ദികേട് കാണിക്കും. എന്നാൽ മറക്കാത്ത ഒരാളുണ്ട്, അത് ദൈവമാണ്. ദൈവം ഒന്നും മറക്കില്ല കേട്ടോ. ദൈവത്തിന് മറവിയില്ല. ദൈവത്തിന് മനഃപൂർവ്വം ഒന്നും ഓർക്കേണ്ടതുമില്ല. ഓർക്കേണ്ട സമയമാകുമ്പോൾ ദൈവം സകലവും ഓർക്കും. അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തം എത്ര വർഷം കഴിഞ്ഞാണ് ദൈവം നിവർത്തിച്ചത്? മിസ്രൈമിലെ ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് 430 വർഷം കഴിഞ്ഞു. ആ 430 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം ഓർത്തത്, ഞാൻ അബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് നിവർത്തിക്കുവാൻ സമയമായി. ദൈവം ഓർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദൈവം. ദൈവത്തിന് മറവിയില്ല. പക്ഷേ ദൈവം ജോസഫിനെ ഒരു മൂശയിൽ ഉരുക്കിയെടുക്കുന്ന കാലമായിരുന്നു അതെന്ന് ഞാൻ പറയട്ടെ. ജോസഫിനെ മൂശയിൽ ഉരുക്കിയെടുക്കുന്ന കാലം. സ്വന്തം സഹോദരന്മാരെ തന്നെ മറന്നു. ചെയ്യാത്തൊരു തെറ്റിന് തന്നെ ജയിലിലിട്ടു. ഇപ്പോഴിതാ താൻ സഹായം ചെയ്തതായിരിക്കുന്ന പാനപാത്രവാഹകനും സൗകര്യാർത്ഥം തന്നെ മറന്നു. ദൈവം തൻ്റെ കാലങ്ങളെയും സമയങ്ങളെയും ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നവനാണ്. മുൻപേ തിരുത്തേണ്ട തെറ്റുകളെ തിരുത്തുകയും പരിഹരിക്കേണ്ട തിന്മകളെ പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ജോസഫിൻ്റെ സഹോദരന്മാരുടെ തെറ്റ് തിരുത്തേണ്ട കാലം വന്നു. അതുകൊണ്ട് ജോസഫിനെ ഉയർത്തിയെങ്കിലേ മതിയാവൂ. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ക്ഷാമകാലത്ത് നശിച്ചു പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട കാലമാണ്. അതിനുവേണ്ടി ദൈവം ഇസ്രായേൽ മക്കളെ ഓർത്തു ജോസഫിനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. യാക്കോബിന് തെറ്റുകളെ തിരുത്തുവാനുള്ള സമയം വന്നു.
ദൈവം പ്രവർത്തിച്ചു. യാക്കോബും കുടുംബവും മിസ്രൈമിലെത്തും മുൻപേ ജോസഫും സഹോദരന്മാരുമായി നിരപ്പ് പ്രാപിക്കാനുള്ള ക്രമീകരണങ്ങൾ ആദ്യമേ തന്നെ ചെയ്തു. യാക്കോബിനെ കൊണ്ടുവരുന്നത് ജോസഫ് സഹോദരന്മാരുമായിട്ട് നല്ല ബന്ധത്തിൽ വന്നതിന് ശേഷമാണ്, അല്ലാതെ കൊണ്ടൊന്നില്ല. അപ്പോൾ ഇതെല്ലാം ദൈവം ചെയ്ത ഒരാളാണ്. ദൈവം ഒരിക്കലും കാര്യങ്ങൾ മറക്കുന്നില്ല. ദൈവത്തിൻ്റെ സർവാധികാര കൃപയിൽ ദൈവം ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കേണ്ട സമയത്ത് തന്നെ ഓർക്കും. ജോസഫിനെ ദൈവം ഓർത്തു, ദൈവം കടാക്ഷിച്ചു. ജോസഫിനെ മിസ്രൈമിൻ്റെ അധികാരിയായിട്ട് ദൈവം ഉയർത്തി. അത് ശരിയായ സമയത്താണ് ഉയർത്തിയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ ക്ഷാമം വന്ന കാലത്ത് ജോസഫിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇസ്രായേൽ മക്കൾ ക്ഷാമം കൊണ്ട് നശിക്കുമായിരുന്നു. ധാന്യം വാങ്ങുവാനായിട്ട് ജോസഫിൻ്റെ സഹോദരന്മാരോട് വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ തുടർന്നുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സമയമാണ്. ദ ടൈമിങ് ഓഫ് ഗോഡ് ഈസ് ദ റൈറ്റ് ടൈം. ദൈവം ഒരു കാര്യത്തിനും 1 മിനിറ്റ് ഏർലി അല്ല, 1 മിനിറ്റ് ലേറ്റുമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും നേരത്തെയല്ല, താമസിച്ചുമല്ല. ഓൺ ദ റൈറ്റ് ടൈം. അവൻ സകലവും സമയത്ത് മനോഹരമായി ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജീവിക്കുവാനുള്ള വിവേകം ദൈവം നമുക്ക് തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. ദൈവം എന്നിൻ്റെ സമയത്ത് നീ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.